ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് ഫോഗാണ്. വീട് കേട്ടോ കാണുന്നുണ്ടോ? ശിവ ശിവ എന്ന് പറഞ്ഞിട്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്ന സ്ഥലമാണ് ശ്രീ ധർമ്മലിംഗേശ്വര ടെമ്പിൾ. ഓക്കെ, മധുക്കരൈ. ഇതുണ്ടോ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ ഒരു മല വരുന്നത്. നമുക്ക് ഈ മലേൻ്റെ മുകളിലാണ് ഓരോ സ്റ്റെപ്പ് ആക്കിയത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് മുകളിൽ ശിവൻ്റെ ടെമ്പിൾ ഉണ്ട്. അവിടെ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വൈബ് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ടോ ഫുള്ള് കോടയാണ് അവിടെയൊക്കെ. അതായത് നമുക്ക് ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കയറി മുകളിൽ പോകണം. നമുക്ക് കുറച്ച് ആ കോടയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ശിവ ശിവ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റ് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ സ്പോട്ട് കണ്ടോ, നമുക്ക് 10 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇരിക്കേണ്ട റെസ്റ്റ് എടുക്കേണ്ട സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടുത്തെ ഒരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. പകുതി മല ഫുള്ള് മിസ്റ്റ് കവറായിട്ട് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്തായാലും അടിപൊളിയായിരിക്കും. ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കാം. ഇത് 6:30 ഓപ്പൺ ആവും. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് പോകേണ്ട റൂട്ട് 6:30 ഓപ്പൺ ആവും. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു അമ്പലം, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി പോയിട്ട് മുകളിൽ ശിവൻ്റെ അമ്പലം, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവരൊക്കെ വെയിറ്റ് ചെയ്യാണ് മുകളിൽ പോകാനായിട്ട്. അപ്പോൾ ചെറിയ രീതിയിൽ കാറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന സൗണ്ട് ഒന്നിക്കൽ ക്ലിയറായിട്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ മുകളിൽ പോയി നോക്കാം. വൈസ് നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് വണ്ടി വെച്ച് ഇങ്ങനെ നടന്നു ഇതിലേക്ക് കൂടി കയറി വന്നു. ഓക്കെ, ഇതിലേക്ക് കൂടി ഇത് അമ്പലമാണ്. അവിടെ നിന്ന് കയറി വന്നിട്ട് ആ സ്റ്റെപ്പ് കണ്ടോ, ഇതേപോലെ സ്റ്റെപ്പ് കയറി പോകണതുണ്ടോ ഡിസൈനൊക്കെ. കുറച്ചും കൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഇതൊക്കെ മാറും. ഇപ്പോൾ ഇല്ല സ്റ്റെപ്പെല്ലാം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും മുകളിൽ കയറി പോട്ടെ. അത്യാവശ്യം 850-900 സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ട് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് വണ്ടി എടുത്ത് പോകേണ്ട ഓപ്ഷനില്ല, നടന്നേ പോകാൻ പറ്റും. അവിടുന്ന് കയറാൻ തുടങ്ങിയിട്ട് തന്നെ നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് പണിയായി. ഇനി മുകളിലെത്തുമ്പോൾ അവസ്ഥ അറിയില്ല. ഫുള്ള് ഫോഗായതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഇന്നും സ്റ്റെപ്പ് കയറി പോകണം. ചെറിയൊരു അമ്പലമുണ്ട്. ഗൈസ്, നമ്മൾ കയറിയിട്ട് പകുതിക്കെത്തി. ഇവിടുത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇതുണ്ടോ, ഫുള്ള് ഫോഗാണ്. സംഭവം ഏകദേശം എത്താനായി. ഇങ്ങനെ കയറി അത് ആ ഒരു ഇത് കൂടി കഴിയണം. ഫുള്ള് ഫോഗുണ്ടോ, ഒന്നും കാണുന്നില്ല. ഇവിടെ വന്നപ്പോൾ കണ്ടാണ് ഇതുണ്ടോ ഒരു ടൈപ്പ് വണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലേൻ്റെ മുകളിലായിട്ട് കല്ലിൻ്റെ മുകളിൽ കല്ല് വെക്കും. അത് ഇവിടുത്തെ വേറെ എന്തോ ആചാരമാണ്. അതെന്തോ വിശ്വാസത്തിൻ്റെ പേരിലില്ലേ എന്തോ സംഭവമാണ്. ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇത് മല ചെത്തിയാണ്. മല ചെത്തിയിട്ട് എഡ്ജിലായിട്ട് പെയിൻ്റ് അടിച്ചാണ്. ഇതൊക്കെ കെട്ടിയതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ആദ്യം ഇങ്ങനെയായിരുന്നു. ഇതുണ്ടോ, മല ചെത്തിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ഈ ഒരു സംഭവം കെട്ടി തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ല, കല്ലിൻ്റെ മുകളിൽ കല്ല് വെക്കുന്നു പറഞ്ഞിട്ട്. ഇത് കണ്ടോ, അവിടെ നിന്ന് മുതൽ കണ്ടുവരുന്നത് കല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ച് ലൈറ്റ് കൂട്ടിയിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഫോഗിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ്. നിങ്ങൾക്ക് ഈ കാറ്റടിക്കുന്നതുകൊണ്ട് ഈ സൗണ്ട് കറക്റ്റ് കേൾക്കണമെന്നില്ല. ഫുള്ള് ഫോഗ. ഇനിയും കയറാനുണ്ട്. ഇനി ഒരു 300-400 സ്റ്റെപ്പ് കയറാനുണ്ട്. ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ മുകളിലൊരു അമ്പലമുണ്ട്. ശിവൻ്റെ ബെല്ലടീൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ശിവ ശിവ എന്ന് എഴുതിയിട്ടുണ്ടാവും. கீழே ஆரோட கோவில் இருக்குது. கீழே ஆரோட கோவில் இருக்குது. கீழே மேலே சிவா, கீழே சிவன் தான். கல்லுக்கு மேலே கல் வச்சுருக்காங்க. இதுக்கு அது வீடு இல்லைன்னா வச்சா நடக்கும் அந்த மாதிரி. ഓക്കെ, എല്ലാ കോയിലും ഉള്ള ഇവിടുന്ന് എന്ത് കാണിച്ചാൽ ഫുള്ള് ഫോഗാണ്. നമ്മളെ ശക്തി ഇവിടെ ശിവ ശിവ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും.
ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് ടോപ്പ് വ്യൂ എത്തും. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ കല്ലിന് മുകളിൽ കല്ല് വെക്കുന്നത്, അപ്പോൾ അത് നേരത്തെ മൂപ്പർ പറഞ്ഞ പോലെ തന്നെ വീട് ഇല്ലാത്തവർക്ക് വീട് വെക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് കല്ലിന് മുകളിൽ കല്ല് വെക്കും. അതാണ് വീടിൻ്റെ ഒരു ഇത്. ഇതിൻ്റെ ഒരു ഇതിലാണ് ഇവിടെ കല്ലിന് മുകളിൽ കല്ല് വെച്ച് പോകുന്നത്. നമ്മളിതാ ടോപ്പിലെത്തി. ഇവിടെ കാണുന്നുണ്ടോ ശിവ ശിവ എന്ന് പറഞ്ഞിട്ട്? ഈ ഒരു സംഭവം നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റും. കറക്റ്റ് ശിവ ശിവ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. ഫുള്ള് ഫോഗ് കൊണ്ട് കവറായിട്ടാണുള്ളത്. ഇല്ല കണ്ടോ, നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. ഇനി ഇവിടുത്തെ വ്യൂ കാണാം, അത് മാത്രം മതി. ഇതാണ് ശിവൻ്റെ ആ ഒരു ടെമ്പിൾ വരുന്നത്. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്നില്ല, കാരണം ഉള്ളിൽ ജസ്റ്റ് കാണിച്ചിട്ട് കേട്ടോ. ഉള്ളിൽ എടുക്കുന്നില്ല കാരണം എനി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് എടുക്കാത്തത്. ഇതാണ് ആ ശിവ ശിവ ബോർഡ്. പെട്ടെന്ന് തന്നെ കയറി സ്റ്റെപ്പ്, കാരണം നമ്മൾ എവിടെയും റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. ഒരു കൂടിപ്പോയാൽ 1 മിനിറ്റ് ഒരു സ്ഥലത്ത് നിന്നുണ്ടാവും. ഇത് കണ്ടോ, എന്താ കാണിക്കണ്ടേ? ഫുള്ള് ഫോഗാണ്, ഒന്നും കാണാനില്ല. ഗൈസ് നമ്മളിതാ അവിടുന്ന് ഇറങ്ങി താഴെത്തി. അവിടുന്ന് കുറച്ച് താഴെത്തി മെല്ലെ മെല്ലെ ഇറങ്ങി പോവുകയാണ്. മഞ്ഞും മലയൊക്കെ കണ്ടിങ്ങനെ മെല്ലെ താഴെ പോവുകയാണ്. മഞ്ഞുണ്ടാവുമെന്നറിയാം, ஆனால் ഇത്ര മഞ്ഞുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഇപ്പം മഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല ഒരു സിറ്റി വിഷ്വൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു റെയിൽവേ ഉണ്ട്. അതേപോലെ തന്നെ വരുന്ന വഴിക്ക് നമ്മൾ ACC സിമെൻറ്റ് ഫാക്ടറിൻ്റെ അതിലേക്ക് കൂടിയാണ് വന്നത്. അപ്പോൾ ഒരു കിട്ടില്ല ഡീസൽ ലോക്കോമോട്ടീവ്. നമ്മൾ ഇതുവരെ കാണാത്ത ഗേറ്റ് സെറ്റപ്പ്. ഗേറ്റ് പെട്ടെന്ന് അതൊരു വേറെ ടൈപ്പ് ഗേറ്റാണ്. നമ്മൾ ആ വിഷ്വൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് തരാം. റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇത് കാണുമോ അറിയില്ല, ഫുള്ള് ഫോഗാണ്. ചെറിയ രീതിയിൽ എന്നാലും കാണുന്നുണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ താഴെ എത്തി. നല്ല ഫോഗാണ് മുകളിലൊക്കെ. അതാണ് നമ്മൾ പോയ വഴി. മുകളിലേക്ക് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ഇതാ ഈ ഒരു സ്ഥലത്തെത്തി. ഇപ്പോൾ ചെറിയ ഗൈസ് നമ്മൾ ഫുള്ള് താഴെ എത്തി പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ റൈറ്റിലേക്ക് ഒരു റോഡ് കണ്ടു. അവിടത്തേക്ക് എടുത്തിയാണ്. ഇതുണ്ടോ, ആ മുകളിൽ നിന്ന് പറഞ്ഞില്ലേ റെയിൽവേ ട്രാക്ക് ഉണ്ടെന്ന്. ഇതുണ്ടോ, ഗട്ട്സ് ബിഗിൻസ്. ഫുള്ള് ഫോഗാണ്. നമ്മളിപ്പോൾ കയറിയതാണ്, കണ്ടോ, ആ ഒരു വഴിയാണ് നമ്മൾ കയറിയത്. ഫുള്ള് ഫോഗാണ്. ഇതാ അവിടെ ഫുള്ള് ഫോഗായിട്ടാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോയമ്പത്തൂരിൻ്റെ അടുത്തുള്ള വേറെ ഏതെങ്കിലും ലൊക്കേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഗൈസ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തോ. ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.